സാബു ചേട്ടനുണ്ട്. സാബു ചേട്ടൻ്റെ മനോഹരമായ ശബ്ദം നമ്മൾ ഒരിക്കൽ കേട്ടു. നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് സാബു ചേട്ടൻ്റെ ശബ്ദത്തിലാണ്. ചേട്ടാ, നമുക്കൊരു പാട്ടും കൂടെ ആയാലോ? അപ്പോൾ രാഷ്ട്രീയത്തിന് ചൂടാൻ മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, കോട്ടയത്ത് ആർക്കാ സാധ്യത? ചേട്ടൻ പറയത്തില്ല. ചേട്ടൻ പറയത്തില്ല. ചേട്ടൻ പറഞ്ഞാൽ പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചില നിലപാടുകളുണ്ടാവും അല്ലേ? ഇപ്പോൾ സത്യഭാമയുടെ കാര്യത്തിലൊക്കെ ഒരു ശക്തമായ നിലപാടെടുത്തിരുന്നു എല്ലാ കലാകാരന്മാരും. അതേ നിലപാട് തന്നെയല്ലേ ചേട്ടനും? അല്ലേ? ആ നിലപാടിലൊന്നും മാറ്റമില്ല. അപ്പോൾ രാഷ്ട്രീയം തൽക്കാലം ചേട്ടനോട് ചോദിക്കുന്നില്ല. ചേട്ടൻ്റെ ഐറ്റം പാട്ടാണ്. അപ്പോൾ കാരണം ഇത് അറിയാമല്ലോ, നമ്മുടെ ഏഴുരാങ്ങയുടെ ശില്പി എന്നറിയപ്പെടുന്ന ദേവരായ മാഷിന്റെ അരുമശിഷ്യൻ ജോൺസൺ മാഷിന്റെ പാട്ടാണ്. അതിലുപരി 2012, 13, 14 സൂര്യ ചാനൽ സംപ്രേഷണം ചെയ്തൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. റിയാലിറ്റി ഷോ കേരളത്തിലെ ഗായകന്മാരല്ല. അപ്പോൾ ചെന്നൈ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട്. റിയാലിറ്റി ഷോ ആയിരുന്നു. ഫസ്റ്റിലെ ഞാൻ ഈ പാട്ട് പാടി ആദ്യത്തെ ഇത് സമ്മാനം വാങ്ങിച്ചത്. അതിന് കാറ്റ് പ്രൈസ് 4 റൗണ്ട് നടത്തി. പക്ഷെ റിയാലിറ്റി ഷോ വേൾഡ് കപ്പ് ആയി പോയി. ഇത് ഇല്ല എം ജയചന്ദ്രൻ ഞങ്ങളുടെ ജഡ്ജായിട്ടാണ്. അപ്പൊ ആദ്യമേ പാടുന്ന ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. അതോട് കീഴടങ്ങി. സാബു ചേട്ടൻ്റെ പാട്ടാണ്. സാബു ചേട്ടൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടിരുന്നാലേ നമ്മൾ കണ്ണടച്ചിരുന്ന പാടുന്ന യേശുദാസാണെന്ന് തോന്നും. ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കോളൂ. അതിലും ഒരു ഭാഗ്യം ഉണ്ടായി. എനിക്കൊന്ന് അതേകൊണ്ടാണോ ഈ വെള്ള, ആ സ്ട്രാപ്പ് വെള്ള, ചെരുപ്പ് വെള്ള, മുണ്ട് വെള്ള? അല്ല, അനുകരിക്കാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ആ വെള്ള നിലനിർത്താൻ വേണ്ടി ബാക്കിയൊക്കെ ഡൈ ചെയ്തപ്പോൾ ഈ ചെറിയ 2-3 രോമങ്ങൾ കൂടി വെള്ളയാക്കി നിർത്തി. അങ്ങനെയല്ല പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒത്തിരി പേരങ്ങനെ പാടുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഈ ബേസ് കൂടുതൽ പിടിച്ച് പാടുക. പക്ഷെ അപ്പൊ നമുക്ക് കിട്ടിയ കഴിവ് ഈ ശരീരത്തിൽ യേശുദാസ് ആവാഹിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞത്. ഞാൻ തൃപ്പൂണിത്തുറ 85-90 ഗാനഭൂഷണം പഠിച്ച സമയത്ത് എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ 25 വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാം കാത്തു പരിപാടി നമ്മുടെ വൈക്കത്തപ്പന്റെ അനുഗ്രഹത്താൽ അത് സാധിച്ചു. കണ്ണാടിയുടെ ഫ്രെയിമിലുണ്ടൊരു വെളുപ്പ്, വെളുപ്പാണ്, അങ്ങനെ ഒരു ഭാഗ്യം. മനസ്സും നല്ല വെളുത്തിരിക്കുന്ന ആളാണ് അല്ലേ? അപ്പൊ ഒരു മികച്ച കലാകാരനാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദാസേട്ടനെ കാണാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്ന് പ്രശംസി പാടാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം. നമ്മുടെ കലയുടെ എല്ലാം ഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ ആ മൂർത്തി നമ്മൾ സരസ്വതി ദേവി എന്ന് പറയുമെങ്കിലും സംഗീതത്തിന്റെ എല്ലാ സാക്ഷാൽ മഹേശ്വരൻ തന്നെയാണ്. മഹേശ്വരൻ നിന്നാണ് എല്ലാം താളം, ശ്രുതി, ലയം എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സാബു ചേട്ടൻ്റെ പാട്ട് കേട്ടു, ഭവന്യയുടെ പാട്ട് കേട്ടു, അഖിലിൻ്റെ കലാപരിപാടി കണ്ടു, ഭാസിയെ പരിചയപ്പെട്ടു, ജയകുമാർ, അങ്ങനെ കലാകാരന്മാരെ മുഴുവൻ നമ്മൾ കണ്ടു.